എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില നക്ഷത്രക്കാർ അഥവാ ചില മനുഷ്യർ ഒക്കെ വളരെയധികം അപവാദങ്ങളും മറ്റും കേൾക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ പലപ്പോഴായി ഉണ്ടാകുന്നതാണ്. എന്നാൽ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് വളരെയധികം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സ്വന്തം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും ചുറ്റിലുള്ള സമൂഹത്തിൽ നിന്നും പലവിധത്തിലുള്ള അപവാദങ്ങൾ ചിലരെ മാനസികമായി തളർത്തിയേക്കാം. ഇത്തരം അപവാദങ്ങൾ പലപ്പോഴായി ഏറ്റവും അധികം കേൾക്കേണ്ടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ജ്യോതിഷപ്രകാരം ആരെല്ലാമാണ് ആ നക്ഷത്രക്കാർ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി രോഹിണി നക്ഷത്രമാണ്. തങ്ങൾ ചെയ്യാത്ത പല കാര്യത്തിനും കുറ്റങ്ങൾ ഈ നക്ഷത്രക്കാർ കേൾക്കേണ്ടതായി വരും. പല കാര്യങ്ങളും പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് കരുതി വിട്ടുകളയുന്നത് ഈ നക്ഷത്രക്കാരെ മോശമായി ചിത്രീകരിക്കുന്നതിന് കാരണമാകുന്നു. മിക്കപ്പോഴും ബന്ധുക്കളുടെ പഴിചാരലുകൾ കേൾക്കേണ്ടി വരുന്ന നക്ഷത്രമാണ് രോഹിണി. സ്വന്തമായി വളരാൻ നിരവധി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നേക്കാം. വിവാഹശേഷവും സ്വന്തം കുടുംബത്തിൽ നിന്നും നിരവധി കുറ്റങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയേക്കാം. പലപ്പോഴും ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കാൾ ഇവരിൽ നിന്നും പറ്റുന്ന ചെറിയ അബദ്ധങ്ങളായിരിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും പലരും വലുതാക്കി കാണിക്കുക. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം അപവാദങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചിലരിൽ നിന്നും അപവാദങ്ങൾ പരസ്യമായി നേരിട്ടേക്കാം. തിരിച്ചു പ്രതികരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം മോശമായി കാണിക്കുന്ന വിധത്തിൽ ചിത്രീകരിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. സാമ്പത്തികപരമായ കാര്യത്തിൽ ഈ നക്ഷത്രക്കാർക്ക് പുരോഗതി ഉണ്ടാകുമെങ്കിലും സുഹൃത്തുക്കളെ പോലെ നടിച്ച് ഒപ്പം ചേർന്ന് നിൽക്കുന്ന പലരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ബന്ധുക്കളെ അടുപ്പിക്കുമ്പോൾ പോലും സൂക്ഷിക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും മറ്റും തിരഞ്ഞെടുക്കുമ്പോഴും സൂക്ഷിക്കണം. അതുപോലെ തന്നെ അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ. സ്നേഹിച്ചാൽ ആവോളം സ്നേഹം വാരി നൽകും. ഇത് പലരും ദുരുപയോഗം ചെയ്യും. കൂടാതെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് മോശമായി പറയുന്നതിനും ഇത് കാരണമാകുന്നു. ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. ഒപ്പം നിന്നവർ തന്നെ പണി തരുന്ന അവസ്ഥയുണ്ടാകാം. ബന്ധുക്കൾ സ്നേഹസമ്പന്നരായിരിക്കും. കുടുംബത്തിൽ നിന്നും സന്തോഷവും സമാധാനവും ലഭിക്കും. ബിസിനസ് കൂട്ടുപങ്കാളിത്തത്തിൽ ചിലപ്പോൾ ഇവർക്ക് പാളിച്ചകളും സംഭവിച്ചേക്കാം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നും നിരവധി പഴി കേൾക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ. ചെറുപ്പം മുതൽ പല വിധത്തിലുള്ള കുറ്റങ്ങൾ ഈ നക്ഷത്രക്കാരിൽ ചുമത്തപ്പെടാം. പലപ്പോഴും ഇവരുടെ ഭാഗം കേൾക്കുവാൻ പോലും പലരും തയ്യാറായില്ല എന്ന് വന്നേക്കാം. ദേഷ്യം കൂടുതലായതിനാൽ തന്നെ മോശം സ്വഭാവമുള്ള വ്യക്തികളായി ഈ നക്ഷത്രക്കാരെ മുദ്രകുത്താനും സാധ്യത കൂടുതലാണ്. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവർ പ്രേമിക്കുമ്പോൾ പോലും ഇവർക്കെതിരെ വ്യക്തിഹത്യകൾ വന്നു ചേർന്നേക്കാം. അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസമുള്ള നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ. അതിനാൽ തന്നെ ഏത് പ്രതിസന്ധിയെയും മനക്കെട്ടിയോടുകൂടി നേരിട്ട് മുൻപോട്ട് സഞ്ചരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.